അന്വേഷണത്തൊടുവിൽ ബ്രൂണയിലെ ഒരിടത്ത് അദ്ദേഹം ഒളിവിൽ താമസിക്കുന്നതായി നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞു. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. നിങ്ങൾ കേട്ടതൊക്കെ സത്യം തന്നെ. സുകുമാരക്കുറുപ്പ് ഇന്ന് ബ്രൂണയിലെ ഒരു ഫാം ഹൗസിൽ ജീവിച്ചിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അയാൾ 2 കൊല്ലം മുമ്പേ എന്റെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതാ. വിശ്വാസമാവണില്ല? തെളിവുകൾ കാണിക്കാം വിത്ത് പ്രൂഫോട് കൂടി. ട്രസ്റ്റ് മീ ബ്രോ. അത് എന്റെ കാര്യം, അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ കാണിക്കാം വീഡിയോന്റെ അവസാനം. അതോടൊപ്പം തന്നെ ചിലവർ പറയുന്നത് 24-ലെ ശ്രീ കോണ്ടന്റ് നായരാണ് സുകുമാരക്കുറുപ്പ് എന്ന ഫോട്ടോ വരെ അടിച്ചിറക്കിയിട്ടുണ്ട്. വേറെ ചിലർ പറയുന്നു ശ്രീ കോണ്ടന്റ് നായർ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് TRP കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണെന്ന്. എന്തായാലും അത്തരത്തിലുള്ള ഫുള്ള് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് പോലീസിന് ഒരു തുമ്പുണ്ടാക്കി കൊടുത്ത ഒരു നഴ്സ് ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ വീഡിയോ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്ന് സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ എടുത്ത ആ ചങ്ങായും പിന്നെ ഈ നേഴ്സും. ആദ്യം നേഴ്സിന്റെ വാക്കുകളെ. ഇങ്ങനെ ICUവിൽ ഒരാൾ അഡ്മിറ്റ് ഉണ്ട്, അത് 18 ഭാഷയൊക്കെ അറിയാം, മലയാളി അറിയാം, ഭാര്യ നേഴ്സാ, അങ്ങനെ കഥകൾ പറഞ്ഞു. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി, കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ചെറിയനാടാണ് എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ചേച്ചി അതിന് സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കും, അപ്പം പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി, വാർഡിൽ പോയി അയാളെ കണ്ട് സംസാരിച്ച്. അതെ, വാർഡിൽ പോയി കണ്ട് സംസാരിച്ച് ഓണവിശേഷങ്ങളെല്ലാം പറഞ്ഞ് സദ്യയും കഴിച്ചിട്ടാണ് ചേച്ചി അവിടുന്ന് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടടേ. കാരണം ഇത്രയും ക്ലെവറായ ഒരാൾ ഇത്രയും കൊല്ലായിട്ട് പിടിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അതും ICUവിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ICUവിൽ ക്രിട്ടിക്കലായി കിടക്കുമ്പോ സുകുമാരക്കുറുപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്റെ ഭാര്യ എവിടെ ഇട്ടോ, ഞാൻ പണ്ടത്തെ വലിയ കലിപ്പനായിരുന്നു, അങ്ങനെ കലിപ്പ് കൂടിയിട്ട് ഒരുത്തരെ അങ്ങോട്ട് തട്ടി, കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിട്ട് ഒരുത്തനെ കാറിട്ട് അങ്ങോട്ട് കത്തിച്ചു. എടാ ചോറ് തിന്നുന്നവന് മനസ്സിലാവില്ലടാ, അത് സുകുമാരക്കുറുപ്പല്ല, സുകുമാരക്കുറുപ്പിന്റെ ഞാൻ പറയുന്നില്ല. വേറെ ഒരുത്തം കൂടി ഉണ്ട്, അത് കാണിക്കാം. അതിന്റെ മുമ്പേ ഈ 24 ന്യൂസ് എന്നെ പബ്ലിഷ് ചെയ്ത ബ്രൂണയിലെ ആ ഫാം ഹൗസ് വീഡിയോ തന്നെ കാര്യങ്ങൾ ഏകദേശം പറയുന്നുണ്ട്. ഈ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് തുമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് കേസ് എഴുതി തള്ളുന്ന ദിവസം തന്നെയാണ് സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ചില നിർണായകമായ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതാണ്ട് മാസങ്ങളോളം നീണ്ട അന്വേഷണങ്ങൾ വേണ്ടി വന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒളിയിടം അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി. 2 പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ഈ സുകുമാരക്കുറുപ്പ് തന്നെ ഇവിടെ ഉണ്ടാകും എന്ന തരത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു ഉറപ്പ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന് ഒരു മൊഴിയാണ് നമുക്ക് ലഭിച്ചത്. ഞാനിപ്പോൾ ഉള്ള രാജ്യത്ത് നിന്നുള്ള ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള നിർണായകമായ ഒരു വിവരം നൽകിയത്. സുകുമാരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടോടെ തന്നെ തന്റെ മുന്നിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അയാൾ താമസിക്കുന്നത് ബ്രൂണയിലാണ്. ശ്രീനാഥ് രാജ്യം പറഞ്ഞോളൂ. അയാൾ താമസിക്കുന്നത് ബ്രൂണയിലാണ്. ബ്രൂണയിലെ ഒരു ഉള്ള ഏരിയയിൽ ഇന്ത്യൻ സമൂഹത്തിൽ നകന്ന് സുകുമാരക്കുറുപ്പ് പോയ 35 വർഷങ്ങളിൽ വ്യാജ പാസ്പോർട്ടിൽ ജീവിക്കുന്നു സുഖമായി. ശ്രീനാഥ്. തീർച്ചയായും ബ്രൂണയിലാണ് സുകുമാരക്കുറുപ്പ് ഉള്ളത്. അവിടെ സുകുമാരക്കുറുപ്പിന്റെ പാസ്പോർട്ട് അദ്ദേഹത്തെ പാസ്പോർട്ടോട് കൂടി തന്നെ കണ്ടു എന്ന ഒരു നിർണായകമായ വിവരത്തിൽ നിന്നാണ് നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ അന്വേഷിച്ച് ഈ വിവരത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ മലയാളി സമൂഹമായൊന്നും തന്നെ ഒരു തരത്തിലും അടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്ത്യക്കാരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ശ്രമിച്ചു. വിചിത്രമായൊരു കേട്ടോളൂ, ഇന്ത്യക്കാരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സ്ത്രീയായ ആ നേഴ്സിനോട് വിത്ത് ഡീറ്റെയിൽസ് അടക്കം സുകുമാരക്കുറുപ്പ് പറഞ്ഞു കൊടുക്കുന്നേ? അവിടെ പോയി, വാർഡിൽ പോയി അയാളെ കണ്ട് സംസാരിച്ച്. പണിയില്ലാത്ത മണ്ടന്മാര് കോണ്ടന്റ് ആക്കി ഇറങ്ങിക്കോളൂ അല്ലേ? അല്ലേ ഇപ്പൊ ഞാനും കോണ്ടന്റ് ചെയ്യണ്ടല്ലോ, നമുക്കൊരു കഞ്ഞിയായി, അത്രേ ഉള്ളൂ. അടുത്തത് ആ പേര് കൂടിയാണ് ഇദ്ദേഹത്തിന് നേരെയുള്ള സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ ഒരു പേര് ലോകത്ത് ഒരാൾക്കും ഉണ്ടാകില്ല. ഏതായാലും ആ സംശയങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തെ അന്വേഷിച്ച് നമ്മൾ കൂടുതൽ ഈ രാജ്യത്തേക്ക് എത്തുകയും ഏതാണ്ടോളം നീണ്ട അന്വേഷണം ഇവിടെ വെച്ച് നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ദൃശ്യം നമുക്കൊരു ഫോട്ടോ നമുക്ക് കിട്ടുകയും ചെയ്തു. ആ ചിത്രം പകർത്താൻ പോലും അദ്ദേഹം പലവട്ടം സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറി ഒടുവിൽ തന്ത്രപരമായി എടുത്ത ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ. നിങ്ങൾ ആലോചിക്കണം, തന്ത്രപരമായി എടുത്ത ഒരു ഫോട്ടോയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. തന്ത്രപരമായിട്ട് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാ കൊള്ളായിരുന്നു. ഈ ഫോട്ടോ എടുത്ത ആളുടെ വീഡിയോ കാണിക്കുന്നുണ്ട്, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നീട് ഒളിയിടം എവിടെയാണ് എന്നത് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അന്വേഷണത്തൊടുവിൽ ബ്രൂണയിലെ ഒരിടത്ത് അദ്ദേഹം ഒളിവിൽ താമസിക്കുന്നതായി നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞു. മെയിനായിട്ട് പണി കിട്ടാൻ പോണ വേറെ ആർക്കും അല്ല, ആ ഫോട്ടോയിൽ കാണിച്ച ആളിനെങ്ങാൻ സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ ശ്രീ കോണ്ടന്റ് നായർക്ക് ഇൻഫർമേഷൻ കേസ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരാളുടെ ഫോട്ടോ അനുവാദമില്ലാതെ പബ്ലിഷ് ചെയ്തു
എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതൊന്നും ആവില്ല, എനിക്ക് തോന്നുന്നത് ഒരു AI ഫോട്ടോ ആയിട്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ഇപ്പൊ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിലൂടെ നമുക്ക് പോകാം. ആ ദൃശ്യം പകർത്തിയ ആൾ കൂടി, ആ ഫോട്ടോ എടുത്ത ആൾ കൂടി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. എത്ര ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഒരു ഫോട്ടോ 2023 എടുത്തത് എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ശബ്ദം പ്രേക്ഷകർക്ക് കേൾക്കാം. ചേട്ടാ, ഇപ്പം എല്ലാ ചാനലിലും ഈ ഫോട്ടോ ആണ് കാണുന്നത് പ്രധാനമായും. അതെ, അത് കാണിക്കുന്ന വളരെ എളുപ്പത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് എനിക്ക് കുറഞ്ഞതും 1 മാസത്തിൽ കൂടുതൽ സമയമെടുത്തു. 1 മാസം കൂടുതൽ സമയമെടുത്തു. ഇത് എങ്ങനെ? ഇവര് രണ്ടുപേര് പിക്നിക്കിന് പോയപ്പെടുത്ത ഫോട്ടോ തോന്നുന്നു. അതും തന്ത്രപരമായി എടുത്ത ഫോട്ടോ ആണ്. നിങ്ങൾ ആലോചിക്കണേ, തന്ത്രപരമായി എടുത്ത ഫോട്ടോയില് സുകുമാരക്കുറുപ്പ് പോസ് ചെയ്ത് നിൽക്കുന്നു. അങ്കിൾ എന്ന് വിളിച്ച് വളർന്ന കുട്ടികളാണ് എന്റെ മക്കള്. അതുകൊണ്ട് നീ എനിക്കൊരു സാഹചര്യം ഇതിനുണ്ടാക്കി തരണം. ചോദിച്ചപ്പോഴേ സമ്മതിച്ചോ? ഫോട്ടോ സമ്മതിച്ചില്ല. പിന്നെ അവന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നു. പിന്നെ ഞാൻ എന്റെ തോന്നല് ഇവന്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്യണോന്ന് പറഞ്ഞ് എന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ആ നിർത്തിയ സമയം കൊണ്ട് ഞാൻ അതിന്റെ ഒരു ഷോട്ട് എടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്, എല്ലാരും കാണുന്നത്. എന്താണെങ്കിലും സുകുമാരേട്ടൻ അവിടെയല്ല താമസം, അത് ഉറപ്പായി. ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ആ ചെങ്ങായിനെ അവിടെ തന്നെ ആ ഫാം ഹൗസിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ ആളുടെ പടി നോക്കി എവിടേക്കെങ്കിലും പോയിണ്ടാവും. ഇതേപോലെ ഒരുപാട് ആൾക്കാർ ഇനിയും വരും. എന്റെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത ആളാണ് സുകുമാരേട്ടൻ. പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നപ്പോ ഞാൻ ചികിത്സിച്ച ആളാണ് സുകുമാരേട്ടൻ. എന്റെ കൂടെ ഫാം ഹൗസ് ഷെയർ ചെയ്ത ആളാണ് സുകുമാരേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇനിയും വരും. ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഇതിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റട്ടെ, അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കണക്കുകൾ പ്രകാരം ആൾക്ക് ഇപ്പോൾ 80 വയസ്സിന്റെ മുകളിലുണ്ടാവും. ജയിലിൽ കൊണ്ട് ഇട്ടാൽ തന്നെ അയാളെ നോക്കാൻ തന്നെ വല്ല ഹോം നേഴ്സിനെയും വെക്കേണ്ടി വരും. ഇനി അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായാലും പോലീസിന് പിടിക്കാൻ പറ്റട്ടെ. അല്ലെങ്കിൽ ഭയങ്കര നാണക്കേട്. ഉള്ള കാര്യം പറയാലോ, കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് ഇതൊരു നാണക്കേട് വിഷയം. കാരണം നമ്മുടെ പോലീസിന്റെ അത്ര ക്ലവറായ ആൾക്കാർ വേറൊരു സ്ഥലത്തില്ല. കേരള പോലീസിനാണ് എന്നും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് പോലും ഇത് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയും നാണക്കേടായിട്ട് തന്നെ വരുള്ളൂ. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾ സുകുമാരക്കുറുപ്പിനെ കണ്ടോ? ചായ കുടിക്കാൻ പോയോ? ഡിന്നർ കഴിക്കാൻ പോയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.